ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാൻ. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് ഒരു ഡെസേർട്ട്. നമ്മൾ കേക്ക് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഡെസേർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ബ്രെഡോ കേക്കൊന്നും ഉപയോഗിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെസേർട്ട് 3 ലെയർ ആയിട്ടാട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായ ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. 2-3 മിനിറ്റ് തിളച്ച ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് പിസ്ത എസൻസ് ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിസ്ത എസൻസ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളെ കയ്യിൽ ഏത് എസൻസാണ് ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എസൻസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് പാലാട്ട് എടുത്തിട്ടുള്ളത്, അതായത് ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു മൈദപ്പൊടിയും കോൺഫ്ലവറൊക്കെ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചൊഴിക്കണം. നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കുന്ന ആ ഒരു പാനിലേക്ക് നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. എന്തെങ്കിലുമൊക്കെ അലിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പാന് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ ഈ ഒരു മൈദപ്പൊടിൻ്റെയും കോൺഫ്ലവറിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തിക്കായി കിട്ടും. പക്ഷേ ആ ഒരു കോൺഫ്ലവറിൻ്റെയും മൈദപ്പൊടിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ക്രീമിന് നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാൽപ്പൊടിയൊക്കെ നന്നായി മിക്സായി വന്ന ശേഷം ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് വാനില എസൻസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറണം. അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാട്ടോ നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഡെസേർട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റസ്ക് ആണ് കേട്ടോ. അപ്പോൾ ബ്രെഡിനും കേക്കിനും പകരമായിട്ട് എടുത്തിട്ടുള്ളത് റസ്ക് ആണ്. അപ്പോൾ റസ്ക് കൊണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ഹാർഡായിരിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ അതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ട്രേയിലാട്ടോ ഞാൻ ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ റസ്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേൻ്റെ വലിപ്പത്തിനനുസരിച്ച് റസ്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു 5 റസ്ക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലുള്ളൂ ഈ ഒരു റസ്ക്കൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീമിൽ നിന്ന് കുറച്ച് ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പകുതി ക്രീം നമുക്കിതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ റസ്കിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റസ്ക്കും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറും റസ്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റസ്ക് ഫുള്ളായിട്ട് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് നമ്മൾ ഈ ഒരു റസ്ക് നന്നായിട്ട് നനയുന്ന വിധത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല റസ്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ക്രീം ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന ട്രേൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് റിസ്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ട്രേ കുറച്ച് ചെറുതാണ്, അപ്പോൾ എനിക്ക് കുറച്ച് റിസ്ക് വെക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വലിയ ട്രേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിസ്ക് വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്രീം ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയറിന് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്റ്റിഫാണ് വരുന്നത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പ്രൈഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ ചെറുതായിട്ട് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്രീമിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഈ ഒരു വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഫ്രഷ് ക്രീമോ തിക്ക് ക്രീമോ ഏത് ക്രീമോ നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരല്പം പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഷുഗർ സിറപ്പിൽ പിസ്തൻ്റെ എസൻസ് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് പിസ്ത വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ക് വെച്ചിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ റിസ്ക് വെച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. കാരണം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പിസ്തൻ്റെ ഷുഗർ സിറപ്പ് ഈ ഒരു റിസ്ക്കൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് നല്ലൊരു പിസ്തൻ്റെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ കേക്ക് വെച്ച് ഉണ്ടാക്കുന്ന ആ ഒരു പുഡിങ്ങിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്കൊന്നും ഉണ്ടാക്കാതെ തന്നെ കേക്കിൻ്റെ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷികാസ്കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. പുഡിങ്ങിലേക്ക് വേണ്ടി നമുക്ക് കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ പാലിലേക്ക് വേണ്ട മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്കിതിലേക്ക് വേണ്ട കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. സാധാ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കസ്റ്റാർഡ് പൗഡർ കട്ടൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റാർഡ് മിക്സ് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ ആ കസ്റ്റാർഡിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുള്ളൂ. ഇപ്പോൾ കസ്റ്റാർഡൊക്കെ നന്നായിട്ട് തിളച്ച് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നോക്കിയപ്പോൾ മധുരം കറക്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. ഈ ഒരു കസ്റ്റാർഡ് മിക്സിലേക്ക് ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എസൻസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി എസൻസ് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ആദ്യം 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കസ്റ്റാർഡിന്. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് 2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൈനാപ്പിളിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ കസ്റ്റാർഡ് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാൻ. പഞ്ചസാര മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ്. ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പുഡിങ്ങിൽ ബട്ടർ സ്കോച്ച് സോസും കൂടെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ക്രീമായാലും കുഴപ്പമില്ല. ഫ്രഷ് ക്രീമോ ഡബിൾ ക്രീമോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 കപ്പ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ബട്ടർ അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ സാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സോസ് നമ്മൾ നന്നായി തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെ ഈ ഒരു സോസ് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ഞാനൊരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന ട്രേൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് ബ്രെഡ് എടുക്കേണ്ടത്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ട്രേയിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് പീസുകൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സിയിൽ മുക്കിയിട്ട് ഈ ഒരു ട്രേയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ പീസ് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കസ്റ്റാർഡ് മിക്സും ബ്രെഡും കൂടി ഉള്ളതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് വരുന്നത്. നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറായിരിക്കും ഈ ഒരു ബ്രെഡ് പീസുകൾ. നമ്മൾ ആ ഒരു കസ്റ്റാർഡ് മിക്സിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു പുഡിങ് കഴിക്കുമ്പോൾ ഈ ഒരു ബ്രെഡ് പീസ് നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ബ്രെഡ് പീസും ഈ ഒരു ട്രേയിൽ കസ്റ്റാർഡിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ ബ്രെഡ് പീസും കസ്റ്റാർഡ് മിക്സിൽ മുക്കിയിട്ട് ട്രേയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കി വരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ട്രേ മാറ്റി വെക്കാം. സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ്, ഡയറി വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പുഡിങ്ങിലേക്ക് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 250 ml 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഈ ഒരു പുഡിങ്ങിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്. ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഡയറി വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല, ഒന്ന് നിർത്തി വേണം നമ്മൾ ഈ ഒരു ഡയറി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ. പിന്നെ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രവും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും നമ്മൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിരിഞ്ഞൊന്നും പോവാതെ നല്ല സ്റ്റിഫ് പീക്കായിട്ട് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം കിട്ടും.
വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഡയറി വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടാണ് മധുരം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് നോൺ ഡയറി വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൽ ഓൾറെഡി മധുരം വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാതും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. വിപ്പിംഗ് ക്രീമിൽ നിന്ന് പകുതി ഭാഗം ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസിൽ നിന്ന് ഒരു 1/4 കപ്പ് സോസ് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വിപ്പിംഗ് ക്രീമും ബട്ടർ സ്കോച്ച് സോസും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു വിപ്പിംഗ് ക്രീമും ബട്ടർ സ്കോച്ച് സോസും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതി. ബട്ടർ സ്കോച്ച് സോസും വിപ്പിംഗ് ക്രീമും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തെടുക്കാം. പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ആപ്പിളും കുറച്ച് സ്ട്രോബെറിയും പൈനാപ്പിളും ഉറുമാമ്പഴമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സ് ഏകദേശം 2 കപ്പ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഈ ഫ്രൂട്ട്സിലേക്ക് വിപ്പിംഗ് ക്രീമും ബട്ടർ സ്കോച്ച് സോസും കൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സെക്കൻഡ് ലെയർ വരുന്നത് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയും ബട്ടർ സ്കോച്ച് വിപ്പിംഗ് ക്രീമിൻ്റെയും കൂടെ മിക്സാണ് വരുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് കസ്റ്റാർഡ് മിക്സിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നട്ട്സൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഫ്രൂട്ട്സ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ സ്കോച്ച് സോസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ബട്ടർ സ്കോച്ച് സോസ് മുഴുവനായിട്ട് ഞാൻ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ആ ഒരു പുഡിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും ഒരേപോലെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പുഡിങ് 3 ലെയറായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. കുറച്ച് പൈനാപ്പിളിൻ്റെ പീസും കുറച്ച് സ്ട്രോബെറിയും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ് കഴിക്കാൻ. നല്ല പൈനാപ്പിളിൻ്റെയും ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് ഈ ഒരു പുഡിങ് കഴിക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ഒരു പുഡിങ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോഴേ ഇത് നമുക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് വളരെ ടേസ്റ്റ് ആണ്